ഗൈസ് വെൽക്കം ബാക്ക്. അപ്പം ഞാൻ ഇന്നലെ നിങ്ങളൊക്കെ പറഞ്ഞില്ലായിരുന്നു എന്തുവാ ഫസ്റ്റ് നമ്മൾ ഒരു വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തു കേട്ടോ. ഈ മിന്നലൊക്കെ മിന്നുന്ന ഗൈസ് ഫസ്റ്റ് ലൈൻ സോറി അറിയാണ്. ഇവിടെ നല്ല മുട്ട മഴയായിരുന്നു, വെട്ടം ഭയങ്കര ശോകമായിരിക്കും കാരണം അത് ലൈറ്റൊക്കെ ഉണക്കിയിട്ടേക്കാണ്. രണ്ടാമത്തെ കാര്യം സത്യം പറഞ്ഞാൽ ഇന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചേ ഇന്ന് ഒരു പണി കിട്ടി. കുളിക്കാൻ നേരത്ത് എണ്ണ വാരിക്കോയിട്ട് തലയിലങ്ങ് തേച്ച് കണ്ടാണ്ട് എനിക്കിങ്ങനെ ഇഷ്ടമല്ല. എനിക്ക് പേഴ്സണലി വല്ലാത്തൊരു സംഭവമാണ്. പിന്നെ നിങ്ങളൊക്കെ പറഞ്ഞല്ലേ വീഡിയോ ചെയ്യാതെ, പിന്നെ വീഡിയോ ചെയ്യാതിരിക്കുന്നത് മോശമാണ്. പറഞ്ഞു നോക്കിന് വിലയില്ലാത്തതുകൊണ്ട് നിങ്ങൾ തന്നെ നാളെ പറയും. അപ്പം ഗൈസ് നമ്മുടെ യൂറോപ്പിൽ പോകുന്നതിൻ്റെ ഫസ്റ്റ് ഘട്ടം ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെന്നുണ്ടെങ്കിൽ ബേസിക്കലി ആദ്യമേ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് തന്നെയാണ്. നിങ്ങൾ പഠിത്തം കഴിഞ്ഞല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ +2 കഴിയുമ്പോൾ തന്നെ ആദ്യം പോയി പാസ്പോർട്ട് എടുക്കുക. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പാസ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഇന്ത്യക്കുള്ളിലോട്ട് പോകുന്നതിനും പറ്റത്തില്ല. അങ്ങനെ സംഭവം ഇല്ല. പാസ്പോർട്ട് ഇല്ലാതെ ഒരു പരിപാടി നടക്കത്തില്ല. പാസ്പോർട്ട് എടുക്കാൻ പറയാൻ കാരണം നിങ്ങളിപ്പോൾ ഏതൊരു ഏജൻസിയിലൊക്കെ പോകുന്നത് പറയും, മോനെ പാസ്പോർട്ട് ഇല്ലയോ, എമർജൻസി എടുത്തോട്ടെ, എത്രയും പെട്ടെന്ന് പാസ്പോർട്ട് ഇടുന്നു അത്രയും നല്ലതാന്നൊക്കെ പറഞ്ഞ് അവന്മാർ തള്ളി മറിക്കും. ഒരു കോപ്പ് സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ നോർമൽ പാസ്പോർട്ട് എടുത്താൽ മതി. എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് ഞാൻ ഇല്ലാത്ത പൈസ കടം മേടിച്ച് പോയിട്ടാണ് ഞാൻ എന്തുവാ പറയുന്നത്. അത് പർട്ടിക്കുലർ വ്യക്തി ആയിരുന്നുണ്ടെങ്കിൽ ആ ചേട്ടനെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ചേട്ടനെ കുറ്റം പറയുന്നതല്ല. എൻ്റെ ലൈഫിൽ സംഭവിച്ചൊരു ഇൻസിഡൻ്റ് ആണ്. ഇപ്പം ഞാൻ പോയ ആൾക്കാരെ മോശമാക്കി പറയുന്നത് അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എമർജൻസി പാസ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ഒരാഴ്ചയ്ക്ക് ആ പാസ്പോർട്ടൊക്കെ വന്ന് സംഭവമൊക്കെ ശരിയാണ്. ഒരാഴ്ച എടുത്തില്ലെന്ന് തോന്നുന്നു, എനിക്കത് പെട്ടെന്ന് വന്ന് 1 മാസം കഴിഞ്ഞിട്ടേ പാസ്പോർട്ടിൻ്റെ ആവശ്യം പോലും വന്നുള്ളൂ. സ്കാൻ ചെയ്ത് 1 മാസം കഴിഞ്ഞിട്ടാണ്. വെറുതെ ഇല്ലാത്ത പൈസ അമ്മയും വീട്ടുകാരൊക്കെ പോയി കടം മേടിച്ച് സാമാനം സെറ്റ് ചെയ്യുന്ന എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടെന്നും പറഞ്ഞ് അതിൻ്റെ യാതൊരു ആവശ്യമില്ല. നിങ്ങൾ നോർമൽ പാസ്പോർട്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ 18 വയസ്സാകുമ്പോൾ തന്നെ പാസ്പോർട്ട് എടുത്ത് വെക്കുക. അതായിരിക്കും ഏറ്റവും സേഫ്. പറ്റുന്നും കൊണ്ടല്ല, പോലീസ് കേസ് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതൽ. പിള്ളേരാണെന്നുണ്ടെങ്കിൽ അടിയിരിക്കുകയോ ചിലപ്പം പോകുമായിരിക്കും. പിന്നെ ഇപ്പോഴത്തെ ടീംസൊക്കെ ഈ ഡ്രഗ്സൊക്കെ യൂസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഭയങ്കര മോശമുള്ള കാര്യങ്ങളാണ്. പക്ഷേ എങ്കിലും എന്തെങ്കിലും ചെറിയ കേസ് ഉണ്ടെങ്കിൽ പോലും പാസ്പോർട്ട് റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഈ വരുന്ന പോലീസുകാരൻ്റെ വായിരിക്കുന്ന തെറി മൊത്തം നമ്മൾ കേൾക്കേണ്ടി വരും. പേഴ്സണലി എനിക്ക് അനുഭവമില്ല. ഞാൻ പിന്നെ നല്ല കുഞ്ഞായിരുന്നുകൊണ്ട് ഇടിക്കൊന്നും പോകാത്തതുകൊണ്ടും പിന്നെ എന്താ പറയുന്നത് എല്ലാം കുഴപ്പമില്ലാത്തതുകൊണ്ട് എനിക്ക് ഇത് പാസ്പോർട്ടൊക്കെ കിട്ടി. എൻ്റെ ഒരു കൂട്ടുകാരന് ചെറിയ വള്ളി കിട്ടിയായിരുന്നു കേട്ടോ. ആദ്യം പാസ്പോർട്ട് എടുക്കാൻ നേരത്ത് എനിക്ക് 25 വയസ്സുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വർഷമല്ല, കഴിഞ്ഞ വർഷം 2024 ഞാൻ പാസ്പോർട്ട് എടുക്കുന്നത്. എനിക്കൊരു ഏറ്റവും വലിയ മണ്ടത്തരമായിപ്പോയി. അതിൻ്റെ പേര് 12,000 രൂപ 3,000 രൂപ കണ്ട് എക്സ്ട്രാ എനിക്ക് കൊടുക്കേണ്ടി വന്ന്. വെറുതെ ആ പാസ്പോർട്ട് ഓഫീസിലെ ചേട്ടനെയും ബുദ്ധിമുട്ടിപ്പിച്ച് ആ പാസ്പോർട്ട് എന്നും വിളിച്ച് അലട്ടുമായിരുന്നു. കാരണം 1 മാസത്തിനകം നീ പറക്കുക എന്നാണ് പറയുന്നത്. 1 മാസത്തിനാവും 8-9 മാസമായി ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. പറക്കുമെന്നും അറിയത്തില്ല. എല്ലാം ദൈവത്തിൻ്റെ ആയിരിക്കും. താൻ പാതി ദൈവം പാതി എന്നൊക്കെ പറഞ്ഞ് സത്യമെന്ന് എനിക്കിപ്പം തോന്നുന്നു. അങ്ങനെ എൻഡ് ഓഫ് ദി ഡേ പാസ്പോർട്ടൊക്കെ വന്ന് ഒരു 1.5 മാസമൊക്കെ ആയി. സ്കാനൊക്കെ ചെയ്ത് ഡോക്യുമെൻറ്റേഷൻ എല്ലാം ചെയ്ത് ആ പാസ്പോർട്ട് വരുന്നത് വരെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. ആ പാസ്പോർട്ട് കൈ കിട്ടണം. അതുപോലെ വെരിഫിക്കേഷൻ വരുന്ന സാറുമാർക്ക് നമ്മളോട് ഇഷ്ടം പോലൊക്കെ ഇരിക്കും. അത് ഞാൻ ഓപ്പണായിട്ട് പറയുന്നില്ല. സാറുമാർ എന്താ പറയുന്നത്, അവരങ്ങൊന്നും ആവശ്യപ്പെടുത്തൊന്നുമില്ല. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഓരോ സാറുമാർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കാനൊക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് തെറ്റാ. കൈക്കൂലി കൊടുക്കാനൊന്നും പ്രോത്സാഹിപ്പിക്കുകയൊന്നുമല്ല. കൈക്കൂലി വിൽക്കുന്നതൊക്കെ കൊടുക്കുന്നതൊക്കെ തെറ്റാന്നൊക്കെ എല്ലാവരും പറയുമെങ്കിലും ഞാൻ കൈക്കൂലിയൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. പക്ഷേ എങ്കിലും അത് കുറച്ചും കൂടെ ഫേവറബിളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ചില കാര്യങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെരിഫിക്കേഷനൊക്കെ കംപ്ലീറ്റ് ആയി കിട്ടുന്ന പോലുള്ള സംഭവങ്ങളൊക്കെ നടന്നെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്ക് പേഴ്സണൽ അനുഭവമില്ല, എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ പൈസ കൊടുത്തിട്ടില്ല. പിന്നെ നിങ്ങളുടെ ഭാഗ്യം പോലൊക്കെ ഈ സംഭവം പാസ്പോർട്ട് ഒപ്പിക്കുക വലിയ സംഭവമൊന്നുമില്ല. അക്ഷയ സെൻറ്ററിൽ പോവുക, പൈസ അടയ്ക്കുക, പാസ്പോർട്ടിന് അപേക്ഷിക്കുക. നിങ്ങൾ ഒരു കാരണവശാലും ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാം, എമർജൻസി പാസ്പോർട്ട് അത്രയ്ക്ക് നിങ്ങൾക്ക് 100% ഉറപ്പെന്ന് ഏജൻസിക്കാർ പറയും. ഏജൻസിക്കാർ പറയുന്ന കേട്ട് നിങ്ങൾ പാസ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന നിങ്ങളുടെ പൈസ വെറുതെ കുറച്ച് കൂടുതൽ പൈസ പോകും. അത്രേ ഉള്ളൂ. അല്ല ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ അനുഭവത്തിൽ വന്നിട്ടില്ല. എൻ്റെ അനുഭവത്തിൽ അത് ഒരു വലിയ മിസ്റ്റേക്കായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. റിഗ്രറ്റ് ഉണ്ട് സത്യം പറയണമെന്നുണ്ടെങ്കിൽ. വെറുതെ വല്ലവനും ആ പൈസ ഒരാവശ്യമില്ല കൊണ്ട് കൊടുത്തതിനകത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ റിഗ്രറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഞാൻ പറഞ്ഞു തന്നത് കാര്യം. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പം കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും മനസ്സിലാവത്തില്ലല്ലോ. അയ്യോ കുഴപ്പമില്ല. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അതുകൊണ്ട് പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കാം. നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മൾ യൂറോപ്പിൽ പോകുന്നതിൻ്റെ കാര്യങ്ങൾ അത് എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പാസ്പോർട്ട് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിൻ്റെ ഒരു ദിവസം പോവും, ഒരു ദിവസം അതിൻ്റെ പറയുന്നുള്ള ഓട്ടവും കാര്യങ്ങളും. എനിക്ക് ആലപ്പുഴയിലായിരുന്നു. ആലപ്പുഴ രാവിലെ പോയി കഴിഞ്ഞാൽ അവർക്ക് തോന്നുമ്പോഴേക്കും അല്ല അപ്പോയിൻമെൻറ്റ് ടൈം
ആ സമയത്ത് തന്നെ വിളിക്കും കേട്ടോ. വലിയ ഒന്നും ഇതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. കറക്റ്റ് സമയത്ത് തന്നെ വിളിച്ച് പരിപാടി എല്ലാം കഴിഞ്ഞ് പാസ്പോർട്ടും കൈ കിട്ടി. പാസ്പോർട്ട് കൈ കിട്ടിയിട്ട് നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. ഇപ്പോൾ വീഡിയോ ഇൻഫർമേറ്റീവ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എന്താ പറയുന്നത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൾക്കാർ യൂറോപ്പിൽ പോകാണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ. അല്ലാത്തവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. അച്ഛനമ്മമാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പാസ്പോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് വള്ളി കിട്ടാൻ ചാൻസ് അങ്ങനെയൊക്കെ അറിയാനുള്ള ആഗ്രഹമുള്ളവർക്കുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. യൂറോപ്പിൽ പോകാൻ നിൽക്കുന്നവർക്ക് ഉറപ്പായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം പാവത്തിൽ നിങ്ങൾ ഒരുപാട് പൈസ വെള്ളത്തിൽ പോകുന്നുണ്ട് ഒരാവശ്യമില്ലാതെ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒരാവശ്യമില്ലാതെ പൈസ എല്ലാം പോകുന്നത്. 10 രൂപ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, എൻ്റെ വീഡിയോ കണ്ടാൽ മിനിമം നിങ്ങൾക്ക് ഒരു 20,000 രൂപയെങ്കിലും സേവ് ചെയ്യാൻ പറ്റും യൂറോപ്പിൽ പോകുന്നതിൻ്റെ കാര്യം പറഞ്ഞു. അത് ഞാൻ ഗ്യാരണ്ടി തരാം. ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പൈസ പൊക്കോണ്ടിരിക്കും. മുഹൂർത്തത്തിനൊക്കെ ഒന്ന് പറഞ്ഞ സംഭവങ്ങളുണ്ട്, കേട്ടാൽ തറകലി പൊട്ടിക്കാൻ തോന്നുന്നു ഏജൻസിക്കാരുടെയൊക്കെ. അപ്പം ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ 2ാമത്തെ വീഡിയോ. നാളെ 3ാമത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുമായിട്ട് വരാം.